ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വഴിപാടുകൾ എങ്ങനെ ഫോൺ ഉപയോഗിച്ച് ഓൺലൈനായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. ഓൺലൈനായിട്ട് വഴിപാടുകൾ ബുക്ക് ചെയ്യാനായിട്ട് ബ്രൗസറിൽ spst.in എന്നുള്ള വെബ്സൈറ്റിലാണ് കയറേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. URL ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇതിന് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൺലൈൻ പൂജ, ബുക്കിംഗ്, അട്രാക്ഷൻ, അന്നദാനം, കാണിക്ക, ദർശൻ ടൈമിംഗ്, അങ്ങനെ ഇതിൽ ഓൺലൈൻ പൂജ ബുക്കിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഓൺലൈൻ ബുക്കിംഗ് ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഇതിൽ ആദ്യം കിടക്കുന്നതെന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ 9 പ്രതിഷ്ഠകളുടെ പേരാണ്. ഏത് ഭഗവാനാണോ നമ്മൾ വഴിപാട് കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഭഗവാന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം. താഴെയായിട്ട് വഴിപാട് ലിസ്റ്റുണ്ട്. അതിൽ നിന്ന് ഏത് വഴിപാടാണോ അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ശ്രീ പത്മനാഭ സ്വാമിക്കാണ് വഴിപാട് കഴിപ്പിക്കുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി സെലക്ട് ചെയ്തു. താഴോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം വഴിപാടിൻ്റെ ലിസ്റ്റുണ്ട്. ക്ഷേത്രത്തിലുള്ള എല്ലാതരം വഴിപാടുകളും ഈ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാതരം വഴിപാടുകളുണ്ട്, പിന്നെ നിവേദ്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാൽപ്പായസമാണ് 1 ലിറ്റർ. പഞ്ചാമൃതമുണ്ട്, നെയ്യ് പായസമുണ്ട്, ഇടിച്ചു പിഴിഞ്ഞ പായസമുണ്ട്, അവലുണ്ട്, നെയ്വിളക്കുണ്ട്. താഴോട്ട് എങ്ങാണ്ടാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു പാൽപ്പായസം. വ്യാസ്തമന പൂജ, ചോറൂണ്, ഉണ്ണിയപ്പം മൂടൽ, പാനകം, വടമാല, പാൽപ്പായസം 1 ലിറ്റർ. അപ്പോൾ ഞാൻ പാൽപ്പായസം 1 ലിറ്റർ സെലക്ട് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. ഞാൻ സെലക്ട് ചെയ്ത പാൽപ്പായസം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. ഏത് ഭഗവാനാണോ വഴിപാട് കഴിപ്പിച്ചത് അതും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആളുടെ പേരിലാണോ വഴിപാട് കഴിപ്പിക്കുന്നത് ആളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, നെയിം എന്നുള്ള സ്ഥലത്ത്. അതിനുശേഷം പുറത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നക്ഷത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഡീഫോൾട്ടായിട്ട് അശ്വതി നക്ഷത്രമാണ് കിടക്കുന്നത്. അത് മാറ്റി ഏത് നക്ഷത്രമാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എന്നത്തേക്കാണോ നമ്മൾ വഴിപാട് കഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തീയതി, ആ തീയതി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കലണ്ടർ വരുന്നതാണ്. കലണ്ടറിൽ നിന്ന് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ സെപ്റ്റംബർ 22 കൊടുക്കുന്നത് ഡേറ്റ്. ജസ്റ്റ് ആ ഡേറ്റിൽ വെച്ച് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്. സമയം പറഞ്ഞിട്ടില്ല. പിന്നെ റേറ്റ് 200 രൂപയാണ്, എണ്ണം ഒരെണ്ണം. അതിനുശേഷം താഴെ പ്രസാദം എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. 1 ക്ഷേത്രത്തിൽ പോയി കളക്ട് ചെയ്യാം. 2 നമുക്ക് പോകാൻ അസൗകര്യമുണ്ട്, ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഭക്തർക്ക് അത് വീതിച്ച് കൊടുക്കാനായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ പോസ്റ്റ്, കൊറിയർ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പോസ്റ്റ് വഴി ചന്ദനപ്രസാദം മാത്രം കിട്ടുള്ളൂ എന്ന് താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അല്ലാത്തതിൻ്റെ പ്രസാദമൊന്നും പോസ്റ്റൽ വഴി കിട്ടത്തില്ല. കൊറിയർ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രസാദം കളക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. കൊടുത്തതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന്. പേര്, നക്ഷത്രം, തീയതി, എമൗണ്ട്, ഒരെണ്ണം. ഓക്കെ, ഇതെല്ലാം ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. അതിനുശേഷം താഴെയായിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത്, ലോഗിൻ, രജിസ്റ്റർ. ഇതിൽ നമുക്ക് ലോഗിനോ രജിസ്റ്ററോ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ ആസ് ഗസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്ത ലൈനിൽ പ്രോപ്പറായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബിൽഡിംഗ് നെയിം, സ്ട്രീറ്റ് നെയിമാണ്, അതായത് നമ്മുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് സ്റ്റേറ്റ് ആണ്, കേരള ഓൾറെഡി സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളവർക്കാണെങ്കിൽ അത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, പിൻകോഡ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഗേറ്റ് വേ ആണ് വരുന്നത്. ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഗേറ്റ് വേ ഉണ്ട്, HDFC ബാങ്കിൻ്റെ ഗേറ്റ് വേ ഉണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ HDFC ബാങ്കിൻ്റെ ഗേറ്റ് വേ ആണ് സെലക്ട് ചെയ്യുന്നത്. പേയ്മെൻറ്റ് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്.
ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് UPI ആണ്. അതായത് ഗൂഗിൾ പേ വഴി പേ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ പേ ബൈ എനി UPI ആപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പം അത് ഡയറക്റ്റായിട്ട് ഗൂഗിൾ പേയുടെ പേജിലോട്ടാണ് പോകുന്നത്. ഗൂഗിൾ പേയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാനോ സ്ക്രീൻഷോട്ട് എടുക്കാനോ കഴിയത്തില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം. സോ ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ശേഷം ഹോം പേജിലോട്ട് പോവുക. ഉടനെ തന്നെ ഒരു PDF ഡൗൺലോഡായി വരുന്നതായിരിക്കും. കണ്ടിന്യൂ കൊടുത്ത് ആ PDF ഓപ്പൺ ചെയ്യുക. അത് റെസിപ്റ്റാണ്, വഴിപാടിൻ്റെ റെസിപ്റ്റ്. ഈ റെസിപ്റ്റ് കൊണ്ടുപോയി വേണം പ്രസാദം വാങ്ങാനായിട്ട്. മുന്നേ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ക്ഷേത്രത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ല. സോ റെസിപ്റ്റ് കാണിക്കാനായിട്ട് ഫോൺ കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. റെസിപ്റ്റിൻ്റെ ഉള്ളിൽ ബിൽ നമ്പർ ഉണ്ടാവും, ബിൽ ഡേറ്റ് ഉണ്ടാവും, വഴിപാട് ഏതാണെന്ന് കാണും, എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണും, ഏത് ഭഗവാനാണ് വഴിപാട് നടത്തിയതെന്നുണ്ടാവും, എന്നത്തേക്കാണ് വഴിപാട്, ആരുടെ പേരിലാണ്, നക്ഷത്രം, എമൗണ്ട്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസാണ് റെസിപ്റ്റിനകത്ത് ഉണ്ടാവുക. ഫൈനലി ഓൺലൈൻ പൂജ ബുക്കിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം. ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. സീ യു നെക്സ്റ്റ് ടൈം. ടാറ്റ, ബൈ ബൈ.